സംസ്ഥാനത്തെ പല ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും CPM സംസ്ഥാന നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായത്. തനിക്ക് പല കാര്യത്തിലും തെറ്റുകൾ പറ്റിയതായും അതൊക്കെ തിരുത്താൻ ശ്രമിക്കുമെന്നും ഗോവിന്ദനും ചില കമ്മിറ്റികളുടെ മുമ്പാകെ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. നിലവിലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലെങ്കിൽ പാർട്ടിയുടെ അന്ത്യം കാണുമെന്നാണ് വിമർശനം. പയ്യന്നൂരിലെ സംഘടനാ വിഷയം തൃക്കരിപ്പൂരിലെ തോൽവിക്ക് പ്രധാന കാരണമായെന്നാണ് ഏരിയ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. KK രാഗേഷ് നേതാക്കളുടെ പെട്ടിതൂക്കി വന്ന അമുൽ ബേബി ആണെന്നാണ് യോഗത്തിലെ പരാമർശം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടികൾ എല്ലാം ബഹിഷ്കരിക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. P ജയരാജനും KK ശൈലജയും നേതൃനിരയിലേക്ക് വരണമെന്ന ആവശ്യവും അവിടെ ഉയർന്നു. P ജയരാജൻ പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഈ വിമർശനങ്ങൾ ഉണ്ടായത്. കോഴിക്കോട് ജില്ലയിലെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും രൂക്ഷ വിമർശനം തന്നെയാണ് ഉയരുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ ഡാഷ് മോനെ രേവന്ത് എന്ന പ്രയോഗം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ശൈലി ഒഴിവാക്കണമെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ അടുത്ത തവണയും പാർട്ടി തിരിച്ചു വരില്ലെന്ന ഒരു വിമർശനവും അവിടെ ഉണ്ടായി. MV ഗോവിന്ദനെതിരെ ഇവിടങ്ങളിലും കടുത്ത വിമർശനം തന്നെയാണ് ഉണ്ടായത്. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിച്ചതിലാണ് MV ഗോവിന്ദനെതിരെ കൂടുതൽ വിമർശനമുണ്ടായത്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ മത്സരിപ്പിക്കേണ്ടതില്ലായിരുന്നു എന്നും KK ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു എന്നും അംഗങ്ങൾ പറഞ്ഞു. അതേസമയം കനത്ത തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുകയാണ് CPM. ലോക്കൽ കമ്മിറ്റികൾക്കാണ് 34 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ചോദ്യാവലി നൽകിയിരിക്കുന്നത്. ഓരോ ലോക്കൽ കമ്മിറ്റിയും റിപ്പോർട്ട് തയ്യാറാക്കി ചർച്ച ചെയ്ത് ഉടൻ തന്നെ ഏരിയ സെന്ററുകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം. പരാജയത്തിന്റെ കാരണം അണികളിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിവിധ ഘടകങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി ഈ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യാവലിയിൽ പക്ഷേ നേതൃത്വത്തിനുണ്ടായ വീഴ്ചയെക്കുറിച്ചോ ഭരണതലത്തിലുണ്ടായ വീഴ്ചകളെക്കുറിച്ചോ ചോദ്യങ്ങളില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ന്യൂനപക്ഷ വർഗീയത നിറഞ്ഞാടിയതാണ് തോൽവിക്ക് കാരണമെന്ന വർഗീയ ആരോപണമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉന്നയിച്ചത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് മതവും പള്ളിയും നോക്കി മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് പരസ്യമായി പ്രചരിപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ഇത്തവണ ഉണ്ടായ കനത്ത തോൽവിയിൽ ഗോവിന്ദനെയും പിണറായി വിജയനെയും മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. KK രാഗേഷ് എന്ന നേതാവിന്റെ ഇടപെടലുകളും തീർത്തും അരോചകമായിരുന്നു. എല്ലാം അറിയുന്നവന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് എല്ലാ കാലവും പാർട്ടി അംഗങ്ങൾ അംഗീകരിച്ചു തരണമെന്നില്ല. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഏരിയ കമ്മിറ്റികളിൽ ഉയരുന്നത്. അതേസമയം ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങിയിരിക്കുകയാണ്. 3 ദിവസത്തെ യോഗത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യും. വിശദമായ വിലയിരുത്തൽ നടത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ സംസ്ഥാന ഘടകം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യും.